ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഒന്നടങ്കം കണ്ണീരിലാക്കിയ സിനിമാ താരങ്ങളുടെ മരണം. സിൽക്ക് സ്മിത. ഒരു കാലത്ത് സിനിമാ ലോകത്തെ അടക്കി വാണിരുന്ന സിൽക്ക് സ്മിതയുടെ മരണവാർത്ത പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചിരുന്നു. ആന്ധ്രയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും കോടാമ്പക്കത്തെത്തിയ വിജയലക്ഷ്മി എന്ന യുവതിയായിരുന്നു പിന്നീട് സിനിമാ ലോകം ഭരിച്ച സിൽക്ക് സ്മിതയായി മാറിയത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അവൾക്കായി സൂപ്പർ താരങ്ങൾ വരെ കാത്തിരുന്നു. നായികയായും ഗ്ലാമറസ് താരമായും നിറഞ്ഞു നിന്ന സ്മിതയുടെ മരണവാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 1996 സെപ്റ്റംബർ 23-നായിരുന്നു സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുന്നത്. മൊണാൽ. നടി സിമ്രാൻ്റെ സഹോദരിയും തമിഴ് നടിയുമായ മൊണാൽ ആത്മഹത്യ ചെയ്തതും ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കേട്ടത്. വിജയ് നായകനായെത്തിയ ബദ്രി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മൊണാൽ സിനിമയിലെത്തിയത്. പുതിയ ചിത്രത്തിൻ്റെ പൂജ തുടങ്ങുന്ന ദിവസം മൊണാൽ തൂങ്ങി മരിക്കുകയായിരുന്നു. 21 വയസ്സായിരുന്നു മൊണാൽ മരിക്കുമ്പോൾ പ്രായം. ശരത് ചന്ദ്രൻ. അങ്കമാലി ഡയറീസ്, ഒരു മെക്സിക്കൻ അപാരത, CIA, കൂടെ എന്നീ ചിത്രങ്ങളിൽ ശരത് ചന്ദ്രൻ അഭിനയിച്ചിരുന്നു. ഇതുകൂടാതെ ഏതാനും പരസ്യങ്ങളിലും ശരത് ചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. 37 വയസ്സുകാരനായ ശരത് ചന്ദ്രൻ കേരളത്തിലെ കാക്കനാടുള്ള വസതിയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിഷാദരോഗത്തിന് അടിമയായിരുന്നു ശരത് ചന്ദ്രൻ. 70ഓളം സിനിമകളിൽ അഭിനയിച്ച കോട്ടയം പ്രദീപ് 2001-ലാണ് അഭിനയ രംഗത്ത് കടന്നു വരുന്നത്. പിന്നീട് 10 വർഷത്തിനു ശേഷമാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. വിണ്ണി താണ്ടി വരവായ എന്ന ചിത്രത്തിലെ ഒറ്റ ഡയലോഗ് കൊണ്ടാണ് പ്രദീപിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. 2022 ഫെബ്രുവരി 17-ന് അദ്ദേഹത്തിന് 61 വയസ്സുള്ളപ്പോഴാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയം പ്രദീപ് വിടവാങ്ങുന്നത്. സുബി സുരേഷ്. മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഞെട്ടലോടെ കേട്ട വാർത്തയാണ് സുബി സുരേഷിൻ്റെ മരണം. നടിയായും ടെലിവിഷൻ അവതാരകയായും ഹാസ്യനടിയായുമെല്ലാം ഇറങ്ങിയ സുബി സുരേഷ് കോമഡി രംഗത്ത് തൻ്റേതായ സ്ഥാനം നേടിയെടുത്തു. സ്റ്റേജ് ഷോകളിലും സുബി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അവതാരകയുടെ റോളിലെത്തുമ്പോൾ കാഴ്ചക്കാരെ ഒട്ടും മടുപ്പിക്കാതെ സദസ്സിനെ കയ്യിലെടുത്ത് അഭിനയിച്ച കോമഡി പരിപാടികളെല്ലാം ഇവിടെ ഒരു പ്രത്യേകതയായിരുന്നു. 2023 ഫെബ്രുവരി 22-ന് കരൾ രോഗത്തെ തുടർന്നാണ് സുബി സുരേഷ് അന്തരിക്കുന്നത്. കൽപ്പന. സിനിമാ പ്രേമികളെ ഒന്നടങ്കം കണ്ണീരിലാക്കിയ മരണമായിരുന്നു നടി കൽപ്പനയുടേത്. ഹാസ്യവേഷങ്ങളിലൂടെ ഏറെ പ്രേക്ഷകരെ ചിരിപ്പിച്ച കൽപ്പനയുടെ മരണം ഞെട്ടലോടെയാണ് എല്ലാവരും അറിഞ്ഞത്. കലാരഞ്ജിനിയും ഉർവശിയും അവരുടെ സഹോദരങ്ങളാണ്. ബാലതാരമായാണ് കൽപ്പന അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലായി 300-ലധികം സിനിമകളുടെ ഭാഗമാകാൻ 2015-ൽ പുറത്തിറങ്ങിയ ചാർലിയായിരുന്നു കൽപ്പനയുടെ അവസാന ചിത്രം. 2016 ജനുവരി 25-നാണ് കൽപ്പന മരിച്ചത്. മരിക്കുമ്പോൾ പ്രായം 50 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് കൽപ്പന വിട പറഞ്ഞത്. അനിൽ നെടുമങ്ങാട്. അടുത്ത കാലത്തായി ജനപ്രിയ മലയാള സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് അനിൽ നെടുമങ്ങാട്. പ്രേക്ഷക ശ്രദ്ധ നേടിയ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ പോലീസ് വേഷത്തിലൂടെയാണ് അനിൽ നെടുമങ്ങാട് ശ്രദ്ധേയനായത്. 2020 ഡിസംബർ 25-ന് തൊടുപുഴയിലെ മുട്ടത്ത് മലങ്കര അണക്കെട്ടിൽ കുളിക്കാനിറങ്ങിയ അനിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ജോജു ജോർജ് നായകനായ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം. ജിഷ്ണു രാഘവൻ. പ്രശസ്ത താരം ജിഷ്ണു രാഘവൻ്റെ മരണം പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരുന്നു. പ്രശസ്ത നടൻ രാഘവൻ്റെ മകനാണ് ജിഷ്ണു. 2002-ൽ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ജിഷ്ണുവിൻ്റെ അരങ്ങേറ്റം. ചിത്രം വലിയ ഹിറ്റായിരുന്നു. 2014-ൽ ജിഷ്ണുവിന് ക്യാൻസർ ഉണ്ടെന്നു കണ്ടെത്തി. ക്യാൻസർ ഭേദമാകുകയും പിന്നീട് 2015-ൽ വീണ്ടും രോഗം ബാധിക്കുകയും ചെയ്തു. അതിനുശേഷം ചികിത്സ നേടി. 2016 മാർച്ച് 25-ന് തൻ്റെ 36-ാം വയസ്സിലാണ് ജിഷ്ണു ലോകത്തോട് വിട പറയുന്നത്.